ശരിക്കും സുമതി ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അതെ, ഞങ്ങളെ വീടിന് അടുത്താണ്, ഒരു 6 കിലോമീറ്റർ. ഇതിൻ്റെ അണിയറ പ്രവർത്തനമായിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കുറേ നാളായിട്ട് ഞങ്ങൾ സംസാരിക്കും. അല്ല, ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഇത് കേക്ക് നമ്മളെ വീട്ടുകാർ നമ്മളെ ഭക്ഷണം തരുന്നത് തന്നെ സുമതിയെ പേര് പറഞ്ഞിട്ടാണ്, പേടിപ്പിച്ചിട്ടാണ്. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ലാസ്റ്റിലൊരു ഒരു ഒരു ഡൗട്ടുണ്ട് സുമതി ഉണ്ടോ എന്നുള്ളത്. ആ, അടിപൊളി, നല്ല പടം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ച്. മിക്കവരും പുതിയ ആൾക്കാരാണ്, പക്ഷെ രസമുണ്ട്, കുഴപ്പമില്ല. വാവുന്നല്ല, നല്ല പടമാണ്. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, നല്ല പടമായിരുന്നു. അഭിലാഷേട്ടൻ്റെ നല്ല കഥ, ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. ഏതാ അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. ആ, അത്യാവശ്യം എന്തായാലും കേട്ടു. ഇല്ല അല്ല, ഇല്ലേ, അങ്ങനെ നമ്മൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞത് ട്രൈ ചെയ്ത്, ഇങ്ങനെയുള്ള കാര്യം ട്രൈ ചെയ്ത് സൂക്ഷിച്ച് ചെയ്തതിൽ പണിയാണ്. ഇല്ല, അങ്ങനെ ഒരു തോന്നിയില്ല. പക്ഷെ അത് അങ്ങനെ ഒരു ഇത് കണ്ടു പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കുക പറഞ്ഞത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ്. കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്റെ ചേട്ടൻ ഇതിലുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ, എല്ലാവരും നന്നായിട്ട്. മോനുണ്ട്. മോന്റെ ഫസ്റ്റ് സിനിമ, അതുകൊണ്ട് നമുക്ക് സ്പെഷ്യലാ. വാവക്കുട്ടന്റെ സുഹൃത്തായിട്ട് അതാ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഇത്രയും വലിയ, അതെ, എനിക്ക് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം. ഇത്രയും നല്ല സിനിമയിൽ നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. സന്തോഷം. പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡാണ് ഈ പടത്തിൽ. ഒരു ഫുള്ള് ഹൊറർ, കോമഡി, പിന്നെ ഒരു റൊമാൻറ്റിക് എല്ലാം അടങ്ങിയ ഒരു നല്ല അടിപൊളി മൂവി. സുമതി വളവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചു വരുന്നത് ഒരു ഹൊറർ മൂവിയാണല്ലോ. ആ ഹൊറർ ആ ലെവലിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഹൊററാണെങ്കിലും പിന്നെ നമുക്ക് ഒരു ഫാമിലി ലെവലിലുള്ള മൂവി, പിന്നെ റൊമാൻറ്റിക് ആയാലും കോമഡി ആയാലും എല്ലാം അടങ്ങിയ നല്ല അടിപൊളി മൂവി. ടോട്ടലി പിന്നെ അവരുടെ ഇത് എല്ലാം കൊണ്ടും ആ ഒരു മാളിക പുറത്തിൻ്റെ ടീം സൂപ്പറായിട്ട്, സൂപ്പർ പടം, ഒന്നും പറയാനില്ല. നമുക്ക് സാധാരണ നമ്മളെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ എടുത്തു പറയും, പക്ഷെ അതൊന്നുമില്ല. നല്ല അർജുൻ അശോകനായാലും അവരെ പിന്നെ ഗോകുൽ സുരേഷൊക്കെ നല്ല എടുത്തു പറയേണ്ട ക്യാരക്ടർ. അടിപൊളിയായിട്ട് പടം, സൂപ്പർ. സിനിമ കുഴപ്പമില്ല, നല്ല ഡയറക്ടറല്ലേ അഭിലാഷ് സാറ്. പിന്നെ റൈറ്റർ അഭിലാഷ് ചേട്ടൻ, അല്ല വിഷ്ണു ചേട്ടൻ, അഭിലാഷ് ചേട്ടനും കൂടി നല്ല ഗംഭീരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ളൊരു സിനിമയല്ലേ. നമ്മളെല്ലാവരും പ്രേതപ്പടം. ആ പ്രേതപ്പടത്തിൽ തന്നെ ഒരു കോമഡിയൊക്കെ കൊണ്ടുവന്ന് നല്ല ഗംഭീരമായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ അടിപൊളി, ക്യാമറ, പിന്നെ ദൈവം സഹായിച്ച് നമുക്കൊരു ചെറിയ വേഷം ചെയ്യാനായിട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷം. നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നല്ലോ അവർ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും എന്താ പറയുക, നമ്മളൊക്കെ ഇങ്ങനെ പിച്ച് വെച്ച് വന്ന നടന്മാരല്ലേ. അപ്പോൾ പടത്തിനെ പറ്റി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ഗംഭീര പടം, എല്ലാ ഫാമിലി ഓഡിയൻസിനൊക്കെ നല്ല ഗംഭീരമായിട്ട് ഇന്ന് കാണാനും പറ്റും. നല്ല കോമഡി, പിന്നെ ഇത്തിരി സീരിയസ്, എല്ലാം അടിപൊളി. എന്തായാലും നന്നാവട്ടെ പടം, നല്ല വിജയമാവട്ടെ. ഞാനും കൂടി ഒരു ഭാഗമായതല്ലേ, വിജയമാവട്ടെ. ഓക്കെ, താങ്ക് യു. മൂവി വാസ് റിയലി നൈസ്, നല്ല മൂവിയാണ്. ശരിക്കും പഴയ 90s നമ്മൾ കണ്ടേക്കുന്ന ഒരു കഥ പോലെ, ലൈക്ക് നല്ല രസമായിട്ടൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ആൻഡ് അവസാനം വരെ ആ സസ്പെൻസ് പോകുന്നുണ്ട്. ആൻഡ് നല്ലൊരു യക്ഷിക്കഥ, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു, നന്നായിട്ട് ചെയ്തു. താങ്ക് യു. സന്തോഷമുള്ളൂ, ഭയങ്കര സന്തോഷമാണ്. എല്ലായിടത്തും നല്ല റിപ്പോർട്ട് വരുന്നു. പറയുന്ന പോലെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. പബ്ലിക് പറയട്ടോ. തീർച്ചയായിട്ടും ഈ റെസ്പോൺസ് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് തന്നെ നമ്മൾ അതിനുവേണ്ടി തന്നെ വർക്ക് ചെയ്തു. അത് ഇനിയിപ്പം എല്ലാ റിപ്പോർട്ടും വരട്ടെ, കാരണം എല്ലായിടത്തും റിപ്പോർട്ട്സ് വരിക. ഒരുപാട് നന്ദി, മീഡിയയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. സുമതി വളവ് ഒരു രക്ഷയില്ല, അടിപൊളി. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന റൈറ്ററാണ്, ബ്രില്യൻ്റ് റൈറ്ററാണ്. അതുപോലെ ഡയറക്ഷൻ ആണെങ്കിലും അടിപൊളിയാണ്. BGM ഒക്കെ സൂപ്പറാണ്. ഇത് ഫുൾ ടൈം ഹൊറർ സിനിമ അല്ല,
എല്ലാം മിക്സിംഗ് ആണ്. ഇത് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ വന്നിരുന്ന് കണ്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി പടമാണ്. അർജുൻ അശോകൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ് സുമതി വളവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. സിദ്ധാർത്ഥ് ഭരത് അടിപൊളിയാണ്. ഇവർ രണ്ടുപേരും മലയാളത്തിൻ്റെ വാഗ്ദാനങ്ങളാണെന്നുള്ള തെളിയിച്ച സിനിമയാണ്. ഇനി രണ്ടുപേരും അടിപൊളി ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഷൈജു കുറുപ്പൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഹിറ്റ് സിനിമ തന്നെയാണ്, ഒരു സംശയം വിചാരിക്കേണ്ട. അടിപൊളി. പിന്നെ ദയവേത് ഞാൻ പറയുകയാണ്, ഈ യൂട്യൂബർമാരുടെ അടുത്ത് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഈ സിനിമയെ 5 കഷ്ണങ്ങളാക്കി കീറി ഭക്ഷണമായിട്ട് കഴിക്കരുത്. അത്തരം പരിപാടികൾ നിർത്തുക. ഇത് നല്ല സിനിമയാണ്. ട്രോളുകൾക്കൊന്നും ഒരു സാധ്യതയില്ല. ഇത് നെഗറ്റീവ് പറഞ്ഞ സിനിമകളും ഹിറ്റാണെന്ന് നിങ്ങൾ ഓർക്കുക. ധൈര്യമായിട്ട് വന്നിരുന്ന് കാണുക. ഞാൻ പറയുകയാണ്, ആഭാസന്മാരുടെ അടുത്ത് ദയവേത് ഞാൻ പറയുകയാണ്, ഈ സിനിമ 5ആയിട്ട് കീറി മുറിക്കരുത്. അവരോട് കാല് പിടിച്ച് ഞാൻ പറയുകയാണ്, ഈ സിനിമ ഹിറ്റ് സിനിമ തന്നെയാണ്. അറിയാമല്ലോ, അശ്വന്ത് എന്ന് പറയുന്ന ആളെ അറിയാമല്ലോ, ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. അയാളോട് ഞാൻ ദയവേത് പറയുകയാണ്, ഈ സിനിമ കീറി മുറിച്ച് ഭക്ഷണമായിട്ട് കഴിച്ച് ഒരു വേട്ടാവളിയനാവാൻ നിൽക്കരുത്. ഇത് നല്ല സിനിമയാണ്. പ്രേക്ഷകരെല്ലാം വന്നിരുന്ന് കാണും. അടിപൊളി പടം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ റെസ്പോൺസസ് കേൾക്കുമ്പോൾ അതിലും സന്തോഷം. ഓഡിയൻസിൻ്റെ കൂടെ ആ മൂവി ഇരുന്ന് കാണുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. അതെ അതെ, ഒരു ഹൊറർ കോമഡി മൂവിയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? റിയൽ ലൈഫിൽ സുമതി വളവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ ശരിക്കും അത് ആ ടൈമൊക്കെ കേട്ടപ്പോൾ പേടിപ്പിച്ച സംഭവമാണ്. അല്ല, ഞങ്ങൾ പോയ സമയത്ത് അത്ര ഹോണ്ടിങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന് മുമ്പ് പോയപ്പോൾ അവർ എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു, അവർക്ക് അത്യാവശ്യം ഹോണ്ടിങ് ആയിരുന്നു എന്ന്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് ഫുൾ സ്ട്രീറ്റ് ആയിട്ടൊക്കെ ഇട്ടിട്ട് വെളുപ്പിച്ച് വെച്ചൊക്കെയായിരുന്നു. പേടിച്ചില്ലായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ രാത്രി 12 മണിക്കാണ് പോയേ. അപ്പോൾ ഉള്ളൊരു പേടി അതുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമ കണ്ട് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര ഒരു വേറൊരു ഫീലായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുക, അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക, അതിന് ഭയങ്കര സന്തോഷം. അതെ 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 അതെ. ഇല്ല, അങ്ങനെ നമുക്ക് സിനിമ ഹൊറർ എലമെന്റ് ഉണ്ട്, പേടിക്കാനുള്ള കുറച്ച് അധികം മൊമെന്റ്സ് ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം. താങ്ക് യു സോ മച്ച്. അതെ അതെ ബ്രോ, അതെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ, ഞാൻ പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ, അത്ര നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തിയേറ്ററിൽ അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അല്ല, അത് വിഷ്ണു ചേട്ടൻ്റെ അഭിലാഷൻ്റെ ഒക്കെ സജഷൻ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. പിന്നെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. അങ്ങനെ പേടിപ്പിക്കുന്നതായില്ല. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.